Hello all, welcome to another class of Financial Markets and Services. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1950s മുതൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വളരെ വലിയ ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇന്നോവേഷൻസും അതേപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. ഇൻ ടേംസ് ഓഫ് സൈസ് ഇറ്റ് ഈസ് ബിഗർ നൗ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് എന്താ പറയുക ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഇറ്റ് ഫേസിങ് സം ഹാർഡ്ഷിപ്സ് ഫ്രം ദ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി. ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഓർ വീക്ക്നെസ് ഓഫ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയോ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ദാറ്റ് പൂൾസ് ടുഗെദർ ഫണ്ട്സ് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പറയുന്നത്. ചില തരം കമ്പനികളാണ് അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസ് ആണ്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്ത് അത് പൂൾ ചെയ്ത് ദാറ്റ് മീൻസ് അത് ആ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ദേ ഇൻവെസ്റ്റ് ദോസ് ഫണ്ട് ഇൻ വെറൈറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സസ്, വ്യത്യസ്ത അസറ്റ് ക്ലാസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് എൻഹാൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലഭ്യത വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കൂടുതൽ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രൈവറ്റൈസേഷൻ പ്രോഗ്രാമൊക്കെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രൈവറ്റൈസേഷൻ പ്രോഗ്രാം, ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് ഒക്കെ ഇന്ത്യൻ ഗവൺമെൻറ് നടത്തിയത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷനും. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുക െങ്കിൽ ഈ ഓഹരി വിറ്റൊഴിക്കൽ എന്ന് പറയും. ദാറ്റ് മീൻസ് ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിക്ക് യൂണിറ്റ്സ് നമുക്ക് പറയാൻ സാധിക്കും. അതായത് വലിയ ലാഭമൊന്നുമില്ലാത്ത സ്ഥാപനങ്ങളെ ഷെയർസ് വിറ്റൊഴിക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്യുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാക്ടീസസ് നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലഭ്യത കുറവാണ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാക്ടീസസിന് പല സാഹചര്യത്തിലും ഒരു തടസ്സമായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ പ്രോഗ്രാം എന്താ പറയുക കൂടുതലായിട്ടും ആക്റ്റീവ് ആവാതിരുന്നത് ഈ പ്രൈവറ്റൈസ് ചെയ്യുന്ന സമയത്ത്. ദാറ്റ് മീൻസ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുക്കുക. അതായത് സാധാരണ ജനങ്ങളിൽ ഷെയർ വാങ്ങിയിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് സാധാരണ ജനങ്ങളിൽ ഷെയർ വാങ്ങിയിട്ട് സാധാരണ ജനങ്ങളുടെ ഓണർഷിപ്പിലേക്ക് വിട്ടുകൊടുക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ നടത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള സ്റ്റോക്കോ ഷെയർസോ വാങ്ങാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിലൂടെ എന്താ പറയുക ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് മുന്നോട്ട് വരേണ്ടതൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു വ്യക്തിക്ക് സ്വമേധയാ ഇത്രയും ഹ്യൂജ് ഫണ്ട് കളക്ട് ചെയ്യാൻ സാധ്യമാവാത്തത് കൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ലാർജ് എമൗണ്ട് ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് റേസ് ചെയ്യാമായിരുന്നു. ബട്ട് ദ ലാക്ക് ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലഭ്യത കുറവ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാക്ടീസസിനെയും അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ പ്രോഗ്രാമിനെയൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തടസ്സപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ അത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താ പറയുക പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസും അതേപോലെ തന്നെ പെൻഷൻ ഫണ്ടും ഒക്കെ വന്നതോട് കൂടിയിട്ട് ചില ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ബുദ്ധിമുട്ടിന് ഇളവ് വരുത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ് കൂടുതലായിട്ടും ഈ തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഉണ്ടാകുമ്പോഴാണ്, ഇതിപ്പോൾ ഒരു ബാങ്ക് ആണെങ്കിൽ പോലും ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ഉണ്ടാകുമ്പോഴാണ് എന്താ പറയുക ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ
ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കൂടുതൽ സ്മൂത്തായിട്ട് നടത്താൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ കമ്പനീസും ഇത്തരത്തിലുള്ള ചില എന്താ പറയുക സ്പോൺസേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇൻട്രസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള ഇൻ്റർമീഡിയറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഓർ ലാർജ് നമ്പർ ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സച്ച് സ്പോൺസേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവാൻ സാധിക്കാതെ പോയി. അതായത് ഒരേ മേഖലയിൽ തന്നെ ഒന്നിലധികം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ബാങ്കിങ് മേഖലയിലാണ് തന്നെ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ ഒന്നിലധികം എന്താ പറയുക ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ സർവീസ് സെക്ടർ ആണെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ മൂലം ഒരുപാട് എണ്ണം കൂടുമ്പോൾ നമുക്കറിയില്ല കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് made lack of coordination between intermediaries. That was one of the major issue in regards with the Indian financial system. And third one, lack of emergence of financial corporations. ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വലിയ ഹ്യൂജ് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസിനെയാണ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം 1991 ശേഷം ഇൻ്റർനാഷണൽ ട്രെൻഡാണ് വേൾഡ് ആകമാനം വന്നിരിക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ വേവ് ആണ് വന്നിരിക്കുന്നത്. അത് എല്ലാ പ്രാക്ടീസിനും ഒരു ഇൻ്റർനാഷണൽ ടച്ച് കൊണ്ടുവരിക. അതായത് ഏത് തരം ട്രേഡ് ആണെങ്കിലും ഏത് തരം ആക്ടിവിറ്റി ആണെങ്കിലും അത് ഇൻ്റർനാഷണലി എത്തിക്കുക എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആണ്. ഈ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിലൂടെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യൻ റെഗുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഇത്തരത്തിലുള്ള എന്താ പറയുക കോർപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിന് സഹായകരമാകുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ എണ്ണം വളരെ കുറവാണ്. ഓഫ് കോഴ്സ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഉണ്ടെങ്കിൽ പോലും മറ്റ് ഡെവലപ്ഡ് നാഷൻസിനെ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിൻ്റെ എന്താ പറയുക എമർജൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി നെസസറി ഫോർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ കോമ്പീറ്റിംഗ് efficiently with the much larger international financial sector companies. അതായത് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. കൂടുതൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കമ്പനീസുമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഫിഷ്യൻ്റ്ലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ കുറവ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിൻ്റെ കുറവ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് ആണ്. പിന്നെ പറയുന്നത് ഡോമിനൻസ് ഓഫ് മൊണോപ്പൊളീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇപ്പോഴും മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു മൊണോപ്പൊളിസ്റ്റിക് ടച്ച്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ LICയുടെ ഒരു ഹാൻഡ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. എൻറ്റയർ ഇൻഷുറൻസ് ബിസിനസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ LICയുടെ ഒരു ടച്ച് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാളുടെയും മൈൻഡിലേക്ക് പെട്ടെന്ന് കടന്നു വരിക UTA ആണ്, യൂണിയൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാക്ടീസ് നമ്മൾ എടുക്കുമ്പോൾ ഒരു പേര് നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൊണോപ്പൊളിസ്റ്റിക് ടച്ച് അവിടെ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലാർജ് സ്ട്രക്ചർ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് കോമ്പറ്റൻസിനെയും അതേപോലെ തന്നെ കോർഡിനേഷനെയും ഒക്കെ ബാധിക്കും. അതായത് എന്താ പറയുക, ഒരു രാജ്യത്ത് ആകമാനമുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഏരിയയിൽ മാത്രം ഒതുങ്ങുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് എല്ലായിടത്തും പോകണം അല്ലേ, പല ഏരിയയിലും പല സിസ്റ്റത്തിലുമായിട്ട് അത് പെർവാസീവ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഓൾ ഓവർ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് എന്തുണ്ടാവത്തുള്ളൂ, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മൊണോപ്പൊളിസ്റ്റിക് പ്രാക്ടീസ് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. അത്തരത്തിലുള്ള ഡോമിനൻസ് ഓഫ് മൊണോപ്പൊളീസ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്ട് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ. And fifth one, lack of integration of the segments of financial system. അത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ പല സെഗ്മെൻറ്റ്സും തമ്മിൽ പ്രോപ്പറായിട്ടുള്ളൊരു കോർഡിനേഷൻ ഇല്ലാതിരിക്കുക. അപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ പല സെക്ടേഴ്സ് ഉണ്ട്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്, മണി മാർക്കറ്റ് ഉണ്ട്, ബുള്ളിയൻ മാർക്കറ്റ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട്. ഇങ്ങനെ
പല സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റ്സ് ഒക്കെ കൂടുതൽ എന്താ പറയുക കോർഡിനേഷൻ ഇല്ല എങ്കിൽ, അതായത് ഒരു മാർക്കറ്റിലെ ആക്ടിവിറ്റീസ് മറ്റൊരു മാർക്കറ്റിലെ ആക്ടിവിറ്റീസ് നമ്മൾ എഫക്റ്റീവ്ലി നമുക്ക് മേർജ് ചെയ്ത് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കൺവേർജ് ചെയ്ത് പോകാൻ സാധിക്കില്ലാത്ത ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സിസ്റ്റം എന്താവും എന്ന് പറയുന്നത് ഫ്ലോപ്പ് ആവും. സോ ദർ ഷുഡ് ബി പ്രോപ്പർ ഇൻ്റഗ്രേഷൻ ഓർ കൺവേർജൻസ് വിത്ത് ദ സെഗ്മെൻറ്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. അതില്ലായ്മ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഡോമിനൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കൺമുന്നിൽ കാണുന്നൊരു കാര്യം തന്നെയാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ IDBI, SIDBI തുടങ്ങിയ ഒരുപാട് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം സച്ച് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഒക്യുപ്പൈ ഡോമിനൻറ്റ് പ്ലേസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. കാരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ് നടത്തപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് മാർക്കറ്റിലൂടെയാണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയാൻ കാരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്ങിന് കൂടുതൽ പേരും ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്ങിലൂടെ ഫണ്ട് ലഭിക്കുന്ന വ്യക്തികൾ പിന്നീട് എന്ത് ചെയ്യപ്പെടുന്നില്ല, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യപ്പെടുന്നില്ല. മനസ്സിലായോ? ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്ങിലൂടെ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന പാർട്ടീസ് ലൈക്ക് ബിസിനസ് ഓൺടർപ്രണേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓൺടർപ്രണേഴ്സ് പിന്നെ എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ദേ ഡിഡ്ന്റ് ഇഷ്യൂ ഷെയർസ് ഓർ അതർ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ റേസിങ് ഫണ്ട്സ്. അങ്ങനെ അവർ ഇഷ്യൂ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം, അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നോർമൽ പബ്ലിക്കിന് അവരുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ സേവിങ്സ് ഓഫ് ദ പീപ്പിൾ കനോട്ട് ബി മൊബിലൈസ്ഡ് പ്രോപ്പർലി, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ദേ ആർ നോട്ട് ഏബിൾ ടു മൊബിലൈസ് ദ സേവിങ്സ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഗ്രോത്ത് അവിടെ എന്ത് ചെയ്യുക എന്നാണ് പറയുന്നത്, തടസ്സപ്പെട്ട് പോവുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇത്തരത്തിലുള്ള എൻ്റർപ്രണേഴ്സ് ബോണ്ട് ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുകയോ ഷെയർ ഇഷ്യൂ ചെയ്യുകയോ അതുവഴി പബ്ലിക്കിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പ്രാക്ടീസൊക്കെ നടത്തുന്നത്. അത് സംഭവിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് സാധ്യമല്ല, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ ഗ്രോത്ത് സാധ്യമല്ല. എല്ലാ ഏരിയയിലും ഒരുപോലെ ജനങ്ങളിൽ നിന്നും മൊബിലൈസേഷൻ ഓഫ് സേവിങ്സും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓൾ ഓവർ ദ വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മൊത്തം ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതല്ലാതെ എല്ലാവരും ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ബാങ്ക്സിലൂടെ ഫിനാൻസിങ് നടത്തിയിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ട് അവരുടെ ഓൺടർപ്രണൽ ആക്ടിവിറ്റീസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പബ്ലിക്കിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സേവിങ് മൊബിലൈസ് ചെയ്യാൻ സാധിക്കില്ല. സോ ഡോമിനൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈസ് വൺ ഓഫ് ദ വീക്ക്നെസ്സസ് ഓഫ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ വീക്കാക്കുന്ന ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് ഡോമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ് ആണ്. അതായത് ഇപ്പോൾ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റുള്ള കമ്പനീസിനെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു മാർക്കറ്റ് കൺട്രോള് നേടിയെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കാണപ്പെട്ടു പോകുന്നത്. അപ്പം ഈ ഇത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഒബീവിയസ്ലി പ്രോപ്പർലി മാനേജ്ഡ് ആവണമെന്നില്ല, അവരുടെ വർക്കിംഗ് നോർമൽ ആവണമെന്നില്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഗുഡ് ആവണമെന്നില്ല, അവരുടെ പ്രോഫിറ്റ് മാക്സിമം ആവണമെന്നില്ല. ബട്ട് സ്റ്റിൽ ദേ വർ ഡോമിനൻറ്റ് ബിക്കോസ് ഓഫ് ദേ ആർ അണ്ടർ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് അല്ലേ. അതുകൊണ്ട് തന്നെ അപ്പം അത്തരത്തിലുള്ള ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഗ് വൺ. അതായത് പബ്ലിക് സെക്ടർ ഫേം ആയതുകൊണ്ട് തന്നെ ബോർലി മാനേജ്ഡ് ആണെങ്കിൽ പോലും ഗ്രോത്ത് ഇല്ലെങ്കിൽ പോലും ദേ വർ സ്റ്റിൽ കണ്ടിന്യൂയിങ്, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു വീക്ക്നെസ് ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതായത് ബോർഡ്ലി മാനേജ്ഡ് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ ഫേംസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതേപോലെ തന്നെ രാജ്യത്തെ കോർപ്പറേറ്റ് ഗവേണൻസിനെ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്നത് മൊത്തത്തിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന, അതിനെ വീക്കാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പബ്ലിക് സെക്ടർ ഫേംസിൻ്റെ ഡോമിനൻസ് നിർബന്ധിതമായിട്ടും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് എന്തുണ്ടാവത്തുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. ബിക്കോസ്
ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വി ആർ അണ്ടർ ഗോയിങ് ത്രൂ എ മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം അല്ലേ. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ ഫേംസിന് കൂടുതൽ ഡോമിനൻസ് കൊടുക്കേണ്ട ആവശ്യകത ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഈക്വൽ ആണ്, എല്ലാ സെക്ടേഴ്സിൻ്റെയും ഒരേപോലെ കൊണ്ടുപോകുന്ന സിസ്റ്റമാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 8th one, മാർക്കറ്റ് ഇറഗുലാരിറ്റീസ്. മാർക്കറ്റ് ഇറഗുലാരിറ്റീസ് എല്ലാ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവും ഫേസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ് വെച്ചിട്ടുണ്ടെങ്കിൽ വി കനോട്ട് സേ എനിത്തിങ്, അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. മാർക്കറ്റ് ഇറഗുലാരിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ചായാം. അതിപ്പോൾ മാർക്കറ്റിൻ്റെ ഇക്കണോമിക് കണ്ടീഷൻസ് ആവാം, മറ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആകാം, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആവാം. അതൊക്കെ മാർക്കറ്റിൻ്റെ റെഗുലാരിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഒരു പരിധി വരെ എന്താ പറയുക, ഗവൺമെൻറ് ആക്ഷൻസും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ ഇത്തരത്തിലുള്ള മാർക്കറ്റ് കണ്ടീഷനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റെഗുലാരിറ്റീസ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യണം, ഹൗ ടു ഓവർകം സച്ച് പ്രോബ്ലംസ് എന്നുള്ളത് ഫിനാൻഷ്യൽ സിസ്റ്റം ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തികൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, നെഗ്ലക്റ്റ് ഫോർ സ്മോൾ ആൻഡ് ന്യൂ എൻ്റർപ്രൈസസ്. ഒരുപാട് ചെറിയ സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ ഒരുപാട് പുതിയ സ്ഥാപനങ്ങളെയും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ അവർക്ക് ഒരു ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഈസി ടേമിൽ അല്ലെങ്കിൽ വിത്തൗട്ട് എനി ട്രാൻസാക്ഷൻ കോസ്റ്റ് ദേ കാൺട്ട് റേസ് ഫണ്ട്. സ്മോൾ സ്കെയിൽ ബിസിനസ് യൂണിറ്റ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മറ്റ് വേസ് ഒന്നുമില്ല, അവർക്ക് മറ്റ് വഴികളൊന്നുമില്ല. ഇതൊക്കെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ബാധിക്കും. ബിക്കോസ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മൊത്തമായിട്ട് ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ അതൊരു ഏരിയയിൽ മാത്രം പോരാ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഓൾ ഓവർ ദ കൺട്രി എല്ലായിടത്തും എന്തുണ്ടായിരിക്കണം, ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതിപ്പോൾ അർബൻ ഏരിയയിൽ മാത്രം പോരാ, റൂറൽ ഏരിയയിലും വേണം, റിമോട്ട് ഏരിയയിലും വേണം, എല്ലാ ഏരിയയിലും ഉണ്ടാവണം. അതല്ല എങ്കിൽ എന്താ സംഭവിക്കുക, റീജിയണൽ ഇംബാലൻസസ് ഉണ്ടാവും. എന്താ സംഭവിക്കുക, റീജിയണൽ ഇംബാലൻസസ് ഉണ്ടാവും. അങ്ങനെ ഇംബാലൻസസ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും അല്ലേ, പുവർ അല്ലെങ്കിൽ റിച്ച് എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യ കനോട്ട് ബി എ ഡെവലപ്ഡ് നാഷൻ ആവാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എല്ലാ ലെവലിലും ഒരേപോലെ എന്തുണ്ടായിരിക്കണം, ഗ്രോത്ത് ഉണ്ടാവണം. സോ ഇത്തരത്തിലുള്ള സ്മോൾ ആൻഡ് ന്യൂ എൻ്റർപ്രൈസസിനോടുള്ള നെഗ്ലക്റ്റ് അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുന്ന രീതി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട വീക്ക്നെസ്സസിൽ ഒന്നാണ്. പിന്നെ പറയുന്നത് പ്രോബ്ലംസ് വിത്ത് മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഒരുപാട് റെഗുലേറ്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ ഇൻ റിലേഷൻ വിത്ത് വേരിയസ് ഫിനാൻഷ്യൽ കൺസെപ്റ്റ്സ് ഓർ എലമെൻറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാരിയിങ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഒരുപാട് റെഗുലേറ്ററി ആർബിട്രേജസിലേക്ക് നയിക്കുകയും അതുവഴി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് ഓൾസോ വൺ ഓഫ് ദ മേജർ ഇഷ്യൂ. ലാസ്റ്റ് വൺ, സൈബർ ത്രെഡ്സ്. നമുക്കറിയാം സൈബർ ത്രെഡ്സിൻ്റെ കാര്യം എന്താണെന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടേഴ്സും സ്മാർട്ട് ഫോൺസും അങ്ങനെയുള്ള ഇൻ്റർനെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 95% ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ഇന്ത്യ നടത്തപ്പെടുന്നത് ഇതിലൂടെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ചാനൽസിലൂടെയാണ് കൂടുതലായിട്ടും ബാങ്കിങ് യൂണിറ്റ്സും ട്രാൻസാക്ഷൻസും ഒക്കെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈബർ ക്രൈം ഒക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ത്രെട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഗ്രോത്തിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. സോ ദീസ് ഓൾ ആർ അബൌട്ട് ടുഡേ. താങ്ക് യു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.